ഇപ്പോൾ LDF ഭൂരിപക്ഷം കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ആര്യ രാജേന്ദ്രനാണ്. ഇതിൽ ഈ പറയുന്ന ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയുടെയും 2 പെൺകുട്ടികളുടെയും കണ്ണീരിൻ്റെ ചൂടുണ്ടല്ലോ, ഇവൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ 16 തലമുറകളെ ദഹിപ്പിച്ച് വെണ്ണീറാക്കും. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അത് കഴിഞ്ഞാൽ മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോഴൊക്കെ ആശങ്കയുണ്ട്. കാരണം ഇനിയൊരു തുടർഭരണം കൂടി പിണറായി വിജയന് കിട്ടുമോ, അല്ലെങ്കിൽ LDFന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക പലരെയും ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ആ ചിന്ത പോലും. കോൺഗ്രസിൻ്റെ ഈ കഴിവുകേടിലൊരു ആശങ്കയുണ്ട്. കാരണം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തേതിനേക്കാളും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ BJP വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP ഈ തവണ അധികാരത്തിൽ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ BJP ചെയ്യുന്ന പല BJPയുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല അവരുടെ വികസന പ്രവർത്തനങ്ങളും മാതൃകയാണ്. അപ്പം ബീഹാറിൽ 10ാമത്തെ തവണയാണ് ഇയാൾ നിതീഷ് കുമാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ NDAയുടെ ഇതിലായിരുന്നു. 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നു. 20 അല്ല 25 വർഷവും മറ്റേ 25-26 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരും. 20 വർഷമായിട്ടും തോന്നുന്നു ഇടയ്ക്ക് മൊത്തത്തിൽ. അപ്പോൾ കഴിഞ്ഞ തവണ 125 സീറ്റാണ് പിടിച്ചതെങ്കിൽ ഇത്തവണ അത് 202 സീറ്റിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ര 77 സീറ്റുകളുടെ വർധനമാണ് അതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും മുമ്പൊക്കെ തോക്കൻ മുലയിൽ നിർത്തിയിട്ടുള്ള വോട്ടെടുപ്പ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ 77 സീറ്റുകളുടെ വർധന എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു തിരിമറിയിലൂടെയോ കുറേ നാള് വോട്ടിംഗ് യന്ത്രം കാണിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റി വോട്ട് ചോരിയാക്കി, വോട്ടർ പട്ടികയുടെ പ്രശ്നം വോട്ട് ചോരിയാക്കിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ അതും ഗുണമില്ലാതായി ആൾക്കാരായിരുന്നു വിശ്വസിക്കുന്നത്. ഇനി അപ്പൊ അതൊക്കെ അത് വിശ്വസിക്കും. പക്ഷെ ഇപ്പോ 77 സീറ്റുകൾ വർദ്ധിച്ച് 202ലേക്ക് എത്തിയപ്പോൾ അതൊരിക്കലും ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു കാര്യമല്ല. കാരണം എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഈ കാര്യങ്ങൾ ഭരിക്കുന്നത് ആരോ ആയിക്കോട്ടെ, ഏത് സംസ്ഥാന നേതാക്കളായിരിക്കുമല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്, ആ ഭരിക്കുന്നത് ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ ആയിരിക്കും, ആ ഭരിക്കുന്നത് ആരായാലും ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും അത് കൃത്യമായി ചെയ്യിക്കാനും അവിടെ കേന്ദ്രത്തിൽ BJPയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട് എന്നുള്ളതല്ലേ? അല്ലേ? അതല്ലേ? അല്ല, അത് അവരുടെ പിന്നെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്, ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. അത് ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ BJP പോലെ ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് മെച്ചമായ ഒരു എഞ്ചിനീയറിംഗ് വേറെ ഒരു പാർട്ടിക്കുമില്ല. കോൺഗ്രസിനെന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി കിടന്ന് കുറേ ബഹളങ്ങളും കാണിക്കുന്നതല്ലാതെ സംഘടനാപരമായിട്ടൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പോലും അറിഞ്ഞിടാത്ത അവസ്ഥയാണ്. അതാണ് ബീഹാറിൽ ഇപ്പോൾ സംഭവിച്ചത്. അതുപോലെ മറ്റ് പല സ്ഥലം ഇപ്പോൾ ബംഗാളിലും കേരളത്തിലും അടുത്ത 6 മാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബംഗാളിൽ 1 വർഷം മുമ്പ് തന്നെ അവർ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കൃത്യമായിട്ട് അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പിന്നെ മമതാ ബാനർജി ഇപ്പോൾ ബുദ്ധിമുട്ടാകാനാണ് സാധ്യത. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു കണക്കൂട്ടലിൽ മമതാ ബാനർജിയെ മലത്തി അടിച്ചിട്ട് BJP അവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും പ്രതികരിച്ചു. അവിടെ പിന്നെ വോട്ട് ചോരിയാണെന്ന് വേണുഗോപാൽ പറഞ്ഞു, പിന്നെ വേറെ ചില കുഴപ്പങ്ങളാണെന്ന് പറഞ്ഞു, പിന്നെ രാഹുൽ ഗാന്ധി എന്നെ അന്തം പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും മിണ്ടാത്ത ഒരാൾ മമതാ ബാനർജി മാത്രമാണ്. ചിദംബരം പോലും എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ പിന്നെ മമതാ ബാനർജി മിണ്ടിയിട്ടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാവുമെന്ന് അവർക്ക് തോന്നുന്നു. അല്ലാതെ ഭയം തുടങ്ങിയിരിക്കുന്നവർ. അതെ. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല, ബീഹാറിൽ നിന്നുകൊണ്ട് പിന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആഹ്ലാദ ഒരു യോഗം നടന്നല്ലോ. ഡൽഹിയിൽ വലിയൊരു BJP പ്രവർത്തകർ വലിയൊരു യോഗം നടന്നല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മോദി, ഈ ബീഹാറിലെ പാറ്റ്നയിൽ ടച്ച് ചെയ്ത് പോകുന്ന ഗംഗാനദി ബംഗാളിലാണ് ചെന്ന് ചേരുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതൊരു വല്ലാത്തൊരു പറച്ചിലാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണ്. ഈ ബീഹാറിൽ കൂടി പോയി പാറ്റ്ന ടച്ച് ചെയ്ത് പാറ്റ്നയിൽ കൂടി കടന്നു പോകുന്ന ഗംഗാനദി ബംഗാളിലാണ് ചെന്ന് ചേരുന്നത് എന്ന് പറഞ്ഞാൽ ഇതാ ബീഹാറിൽ നടക്കുന്ന സാധനം ഈ ഒഴുക്ക് ചെന്ന് ബംഗാളിൽ ചെന്ന് മുട്ടിയിരിക്കും, ബംഗാൾ ആയിരിക്കും എന്നുള്ളതാണ് ഉറപ്പാണ്. അപ്പം അതവിടെ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ്
ഏറ്റവും ശക്തമായിട്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അത് കേരളത്തിലും ഉണ്ട്, ഇല്ലെന്ന് പറയണ്ട. കേരളത്തിൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടും ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായിട്ടും ചില എഞ്ചിനീയറിംഗ് എല്ലാം കുറേ കാലത്ത് തകരാറിലായിപ്പോയി, അവർക്ക് ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ആ ഒരു ഉദ്ദേശ തരത്തിൽ സെൻട്രൽ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന അതേ തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റാതെ പോയി. കാരണം ഇവിടെ പല വ്യക്തികളുടെ പേരിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ച് അവർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പം ആ ഗ്രൂപ്പുകൾക്ക് കുറച്ചൊന്ന് മാറ്റം വന്നിട്ടുണ്ട്, അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 25% വോട്ടിംഗ് നിലവാരം കൊണ്ടുവരണം, അതെത്തിക്കും. ഇപ്പോൾ 20%ആണ് BJPക്ക് കേരളത്തിലുള്ളത്. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും 25 എത്തിക്കും എന്ന് പറഞ്ഞാലും മിക്കവാറും അതെത്താൻ ഏകദേശം അതിൻ്റെ അടുത്തെങ്കിലും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പണ്ടാണെങ്കിൽ ഓരോ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നവരുടെ മെമ്പർമാരെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ അങ്ങനെയല്ല, ആ പഞ്ചായത്ത് പിടിച്ചെടുക്കുക എന്നുള്ള ഐഡിയയിലാണ് അവർ പോകുന്നത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ അവരെത്തിയല്ലോ, പാലക്കാട് അതുപോലെ ഇപ്പോൾ ആ ഭരണത്തിന് മാറ്റം വരും. പിന്നെ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്ത് നാറി കളിക്കും അവർക്ക് ഒരു ഉളുപ്പില്ല. അതുകൊണ്ടാണല്ലോ കോങ്ങാട് പഞ്ചായത്തും പത്തനംതിട്ട നഗരസഭയും ഒക്കെ SDPI-യുടെ ഒരു പിന്തുണയോടുകൂടി ഭരിച്ചത്. അല്ല, ആ നാറിയ കളികളൊന്നും ഇനി വലുതായിട്ട് കേൾക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത്, ഒരു നല്ല സ്ഥാനാർത്ഥി പട്ടിക BJP വെച്ചിട്ടുണ്ട്. കോൺഗ്രസും തരക്കേടില്ലാത്ത നല്ലൊരു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസും വെച്ചിട്ടുണ്ട്. CPM-ന് അത്രയ്ക്ക് നല്ലൊരു പട്ടിക കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇതുവരെ. മാത്രമല്ല അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് അല്ലാത്ത ആൾക്കാരെയൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്, ചില ലോബികളെയും പണക്കാരെയൊക്കെ ചേർത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ പക്ഷേ കോൺഗ്രസിനകത്തും കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു പട്ടിക കൊണ്ടുവന്നിട്ടുണ്ട്. BJP-യും ശ്രീലേഖ IPS-നെ പോലുള്ള ഒരാളിനെ മുമ്പ് നിർത്തിയിട്ട് ഒരു നല്ല ഒരു സ്ട്രാറ്റജിയാണ് BJP കളിക്കുന്നത്. മുൻ വാർഡ് കൗൺസിലർമാരിൽ മിക്കവരെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് കരമനാജിത്തൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവരാണ്. പിന്നെ അതുപോലെ PTP നഗറിലെ ഗിരി, മധുസൂദൻ, ശാസ്ത്രമംഗലമാരിലെ മധുസൂദൻ, അദ്ദേഹം ഇപ്പോൾ കവടിയാർമാരിലേക്ക് മാറി തോന്നുന്നു. അങ്ങനെ സുമി ബാലു ഇവിടെ തൊട്ടപ്പുറത്ത് എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, ഈ വട്ടിയൂർക്കാവിൽ പോകുന്ന കാഞ്ഞിരമ്പാറ പാട്ടില് സുമി ബാലു, അങ്ങനെ ആശാനാഥ്, അങ്ങനെയുള്ള നിരവധി പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ഇത് ഇവർക്കൊന്നും ഈ എടുക്കുന്നില്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എടുക്കുമെന്നും ഉണ്ടായിരിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് തോന്നുന്നു, അതിനൊരു നിയന്ത്രണം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വികസനങ്ങൾ നമ്മൾ മറ്റു വാർഡുകളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ, അതായത് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികളുള്ള വാർഡുകളുമായി താരതമ്യപ്പെടുത്തിയാൽ BJP-യുടെ വാർഡിന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. അല്ല, അവർ വളരെ അതെ, അതിന് കുറച്ചൊരു കാണുന്നറിയാം. അവർക്ക് ഉദ്ദേശശക്തി നല്ലതാണ്. അത് അവരവിടെ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അത്യാവശ്യം ഒരു കമ്മീഷൻ വൈക്കോലിൽ നിന്ന് കെട്ടാൻ വൈക്കോലിൽ നിന്ന് വെള്ളിയെടുക്കുന്നത് പോലെ എന്തെങ്കിലും കുറച്ച് എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ആയിക്കോട്ടെ, പക്ഷെ എങ്കിലും അതിനകത്ത് ഒരു സത്യസന്ധത. അതുകൊണ്ടാണ് അവരുടെ വാർഡുകളിൽ അവർക്ക് കറക്റ്റായിട്ട്, കാരണം അതിനകത്ത് ഉദ്ദേശിച്ചത് ശരിയാണ്, മറ്റതുപോലെ അല്ല, മറ്റു വാർഡുകളിലുള്ളത് പോലെ അല്ല. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മാറ്റം വരും. കാരണം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് മാറി ഒരു പുതിയ ഭരണം വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് കോൺഗ്രസ് മുന്നണി വരണമോ BJP മുന്നണി വരണമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ എന്തായാലും ഈ CPM ഭരണം വരണ്ട എന്നുള്ള ആഗ്രഹം കൃത്യമായിട്ടും അവിടെ വോട്ടർമാരുടെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ടാണ് മുരളീധരൻ, അതറിയാവുന്നത് കൊണ്ടാണ് മുരളീധരൻ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് തമ്പടിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നത്. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയർ ഉണ്ടാക്കി വെച്ച വിരോധം ചെറുതൊന്നുമല്ല. അതായത് ഒരു നിരപരാധിയായിട്ടുള്ള KSRTC ഡ്രൈവറുടെ ബസ് തടഞ്ഞിടുകയും അയാളുടെ ജോലികളെ ഏൽപ്പിക്കുകയും പിന്നെ അയാളെ വെല്ലുവിളിക്കുകയും അതിൽ തിരിമറി നടത്തുകയും മെമ്മറി കാർഡ് ഉൾപ്പെടെ അടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്ത കാര്യം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ശക്തമായി കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാല, കോവിഡുമായി ബന്ധപ്പെട്ട ആറ്റുകാൽ പൊങ്കാല ഇല്ലാതിരുന്ന സമയത്ത് പോലും അവിടെ പൊങ്കാല നടത്തിയെന്നും അതിന്റെ മാലിന്യം നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 3,80,000 രൂപ ആ വകയിൽ മാലിന്യം നീക്കം ചെയ്ത വകയിൽ എടുത്തു. ഒന്ന് ആലോചിക്കണം, അവിടെ ആ സമയത്ത് പൊങ്കാല നടന്നിട്ടില്ല. അതുപോലെ ഈ പൊങ്കാല മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് ഏത്തപ്പഴവും കുപ്പിവെള്ളവും പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുത്ത വകയിലും 42,000 രൂപ അത്
വേറൊരു വശം. പിന്നെയുള്ള അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു. മാത്രമല്ല ഇപ്പൊ വൈഷ്ണവിയുടെ വിഷയത്തിലും അതുപോലെ നമ്മുടെ രാഷ്ട്രപതിയുടെ രാംനാഥ് കോവിന്ദ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഒരു വാഹനം ഇടിച്ചു കയറ്റി ഡ്രൈവറെടുത്ത് ഇടിച്ച് അകത്തേക്ക് കയറിയത് ഒരു വിവാദമായിരുന്നു. അദ്ദേഹത്തിനോട് കാണിച്ച, അതായത് അദ്ദേഹം വേദിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബാത്റൂമിലേക്ക് പോകാനോ മറ്റുള്ള അതിനുള്ള സൗകര്യം ഒരുക്കിയില്ല. അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ എങ്ങനെയൊക്കെ, അത് എത്ര തലമുതിർന്ന നേതാവായിരുന്നാലും അവരെയൊക്കെ എങ്ങനെ അപമാനിക്കാമോ അത്രയ്ക്ക് അപമാനിച്ചും ഒക്കെയാണ് ഈ ആര്യരാജൻ. പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല, പ്രതിപക്ഷത്തുള്ളവരെ മൈൻഡ് ചെയ്യില്ല. ഇവർ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇൻഹൗസ് ഡ്രഗ്സ് ഹൗസ് അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി നേരിട്ട് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ പൂട്ടിയിട്ട് പോയി. അത്രയ്ക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു പ്രവർത്തനമാണ് ആര്യരാജൻ ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ LDF ഭൂരിപക്ഷം കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ആര്യരാജേന്ദ്രനാണ്. അത് ആര്യരാജേന്ദ്രൻ ഇത്രയും കാണിച്ചത് ആര്യരാജേന്ദ്രന്റെ ഒരു ധൈര്യം കൊണ്ടല്ല, പിന്നിൽ ആളുള്ളതുകൊണ്ടാണ്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിൽ വേറെ ആളുണ്ട്. മെഡിക്കൽ കോളേജിൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ പോലും ഒരാൾ അറിഞ്ഞിരിക്കണം, അത് അറിയാലോ. അപ്പൊ അയാളുടെ കൺട്രോളിലാണ് പിന്നെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആര്യയ്ക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാതിരുന്നതോ അവിടെ പൂട്ടിച്ചതോ ആര്യയുടെ മാത്രം അഭിപ്രായം കൊണ്ടല്ല, ഇയാളുടെയും കൂടെ അഭിപ്രായം കൊണ്ടും ഇയാളുടെ നിർദ്ദേശം കൊണ്ടും കമാൻഡ് കൊണ്ടും ആയിരിക്കും ആര്യ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ആ പാർട്ടിക്കകത്ത് ആര്യ മാത്രമല്ല ആര്യമാരുടെ ഒരു ബഹളം തന്നെ. ദിവ്യയുടെ കാര്യം എടുത്തു നോക്കൂ, ആർഷോയുടെ കാര്യം എടുത്തു നോക്കൂ. ജനങ്ങൾ എത്രയധികം വെറുക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ ഇല്ല. കാരണം ഈ ആർഷോയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ട് 2 കൊലപാതക ശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണവൻ. അവനെ, അതായത് പ്രശാന്ത് ശിവനുമായിട്ടുള്ള ഒരു തർക്കം കണ്ടു കാണുമല്ലോ, അതിൽ പോലും ഇവനെ അടിച്ചതിൽ സന്തോഷിക്കുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ CPM നേതാക്കളുടെ ന്യായീകരണം തുടങ്ങിയത് എന്നാണ് 2 ദിവസം അടികൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അടി കൊണ്ടോ ഇല്ലെന്നുള്ള എല്ലാ കാര്യത്തിലും പിടിച്ചു തള്ളിയിട്ടുണ്ടായിരുന്നു. അന്ന് ആരെങ്കിലും കണ്ടോ അടിച്ചോ വെറുതെ പക്ഷെ എങ്കിൽ പോലും അത് ചെയ്യാൻ ഒരു ഈ LDFിനകത്തുള്ള ഒരു പ്രധാന ഘടകകക്ഷിയെ CPIയിലെ വിദ്യാർത്ഥി വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥിനിയോടാണ് ഈ ഇങ്ങനെ മോശമായി പെരുമാറിയത്. പക്ഷെ അവർക്ക് ഒരു മറുപടി കൊടുക്കാൻ ആ പാർട്ടിക്കാക്കോ ആ പാർട്ടി ശക്തിയില്ലാതായി. പക്ഷെ അതിന് മറുപടി കൊടുത്തത് നീ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി വിളിച്ചവനല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ കഴിഞ്ഞത് BJPക്കാണ്. അവിടെയാണ് BJPയെ ആൾക്കാർ ഈ പ്രതിപക്ഷക്കാർ പോലും മാനിക്കേണ്ടി വരുന്ന അവിടെയാണ്. കാരണം ഈ ആർഷോ എന്ന് പറയുന്ന ഒരു അയാളുടെ ക്യാരക്ടർ അറിയാമല്ലോ, അയാൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും അയാൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് എന്തൊക്കെയാണ് അയാളുടെ രീതികളും ഒക്കെ അറിയാം. ഇയാളെ പോലെയുള്ള ഒരു വൃത്തികെട്ടവനെ ചുമക്കുന്നതിലൂടെ ഇയാളെ ഒന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് അതുകൊണ്ട് 10 മടങ്ങ് നേട്ടം ഉണ്ടാവും. പക്ഷേ ഇവനെയൊക്കെ പോലെയുള്ള ഇതിനെയൊക്കെ ചുമക്കുന്നത് കൊണ്ട് ഈ പാർട്ടിക്ക് എന്താണ് ഉണ്ടാവുന്നത്? അതുപോലെ PP ദിവ്യയുടെ കാര്യമില്ല. PP ദിവ്യയെ കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം 8, 10, 11 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ വീണ്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓരോന്ന് അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയില്ലേ. അന്ന് കേസ് അന്വേഷിച്ച DYSP രത്നാകരൻ ഒന്ന് ആലോചിച്ചു. ഇത് പറയുമ്പോൾ ഞാൻ വേറെ ഓർമ്മിക്കട്ടെ, അതായത് ഈ മുൻ ചീഫ് ജസ്റ്റിസ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ BJP ഒരു രാജ്യസഭ അംഗത്വം കൊടുത്തു. അപ്പോഴേ ഏറ്റവും അധികം ഇവിടെ കിടന്ന് ബഹളം കാണിച്ചതും ഈ പെരുവിരൽ നിന്നുകൊണ്ട് പിന്നെ പ്രതിഷേധിച്ചതും CPM ആണ്. ഞാൻ ഒരിക്കലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരാളിനെ, ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിയെ ഇങ്ങനെ ഒരു അധികാരം കൊടുക്കുന്നത് കോടതിയെ സ്വാധീനിക്കാനാണെന്ന് പറഞ്ഞവരാണ്. ആ പാർട്ടിയാണ് ഈ ഒരു അന്വേഷണം നടത്തി, അതും കേരളത്തിൽ വളരെ ചർച്ചയാവുകയും വളരെ വിവാദമാവുകയും ഇപ്പോഴും വളരെ ഗുരുതരമായി നിൽക്കുകയും ഒരു CPM കുടുംബത്തിലെ അംഗത്തിന് മരിക്കേണ്ടി വന്ന അവസ്ഥ വരികയും ചെയ്ത അന്വേഷണത്തിൽ പിന്നെ നേതൃത്വം കൊടുത്ത ഒരാളിനെ പാർട്ടി എങ്ങനെ സാധിക്കുന്നുള്ളതാണല്ലേ. അതായത് ഈ രത്നകുമാർ അല്ലേ, അയാൾക്കൊക്കെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അയാൾ നിർത്തുന്ന പാർട്ടിയെ നോക്കണ്ടേ. ഈ പാർട്ടി ആ ഒരു സ്ഥലമായെന്നും ജനങ്ങൾ വിലയിരുത്തല്ലേ, ജനങ്ങൾക്കിത് മനസ്സിലാവുകയല്ലേ. അയാൾക്ക് വ്യക്തിപരമായിട്ടാണ് ജയിച്ചു വരുമായ സ്ഥാനം കിട്ടും, സ്ഥാനം കിട്ടി അങ്ങനെയൊക്കെ സ്ഥാനമായിട്ട് നടക്കാം. പക്ഷെ ഇത് കൊണ്ടുവരുന്ന പാർട്ടി ജനങ്ങളുടെ പിന്നെ മോശമാകുന്നതും ഇമേജ് നഷ്ടപ്പെടുന്നതും ഇവര് മനസ്സിലായി. ഇതിൽ ഈ പറയുന്ന ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയുടെയും 2 പെൺകുട്ടികളുടെയും കണ്ണീരിന്റെ ചൂടുണ്ടല്ലോ, ഇവന്റെയൊക്കെ കുടുംബത്തിന്റെ 16 തലമുറകളെ ദഹിപ്പിച്ച് വെണ്ണീറാക്കും. അവിടെ ഒരു പിന്നെ എന്താണ് ഒരു കോർപ്പറേഷനിൽ ഒരു സ്ഥാനം കിട്ടിയൊന്നും
എന്ന് വിചാരിച്ചിട്ട് ഒരു ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടിയെന്നോ അല്ലെങ്കിൽ ചെയർമാനാകുമെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് തന്നെ സംഭവിക്കും. എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിൻ്റെ സൂചനകൾ കേരളത്തിൽ കണ്ടു തുടങ്ങി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അത് വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് വെളിവാകുകയും ചെയ്യും.